അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാരത്തിൻ്റെ മറവിലെ ക്രൂരതയെ പറ്റിയാണ്. അരുൺ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും ചൂഷണങ്ങൾ, പീഡനങ്ങൾ, പോക്സോ പീഡനങ്ങൾ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കൽ തുടങ്ങിയ വൃത്തികേടുകൾ നടക്കുമ്പോൾ നഗരഹൃദയത്തിലാണ്, ആരുടെയും കണ്ണിൽപ്പെടുന്നില്ല, പോലീസിൻ്റെ കണ്ണുപെടുന്നില്ല. ഒടുവിൽ ഒരമ്മ കേസുമായി പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമേ അയാൾ പിടിയിലാവുന്നു. മൊത്തത്തിൽ ദുരൂഹമാണതൊക്കെ അരുൺ. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ദുരൂഹമെന്നല്ല, ഇക്കാര്യത്തിൽ പല കള്ളക്കളികളും നടന്നിട്ടുണ്ട്. പോലീസിന്റെ ഒത്താശയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സംവിധാനം അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. നഗരഹൃദയത്തിൽ ഇത്തരമൊരു ചൂതാട്ട കേന്ദ്രം, ഇത്തരം ആഭിചാര കേന്ദ്രം, ഇത്തരമൊരു ബ്ലാക്ക് മാജിക്കിന്റെ സെന്റർ അടക്കം പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് അറിയാതെ പോയത്? അവിടേക്ക് എത്തുന്നത് നിരവധി ഭക്തരാണ്. സമീപത്തൊരു അമ്പലത്തിലെത്തുന്ന ഭക്തരെ ഇവിടേക്ക് കൊണ്ടുവരാൻ ഏജന്റുമാരടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളോട് ഇന്ന് അവിടെ എത്തിയപ്പോൾ നാട്ടുകാരടക്കം പറഞ്ഞത്. അവിടെ എത്തുന്ന 5 സ്റ്റാഫിന് 1000 രൂപയും ബിരിയാണിയുമാണ് ഒരു ദിവസത്തെ വേതനമായി നൽകിയിരുന്നത്. അത് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ രീതിയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ 5 സ്റ്റാഫിന് അവിടെ എത്രത്തോളം പണി ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റമുറിക്കകത്ത് പണിയൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ മതി, പൂജാ സാധനങ്ങൾ മേടിക്കുകയാണ് ഇവരുടെ എല്ലാം ജോലി, പിന്നീട് എത്തുന്നവരെ വിശ്വസിപ്പിച്ച് അകത്തേക്ക് കയറ്റി വിടുക. ഇത് മാത്രമാണ് ആ ജീവനക്കാരെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ആകെ തൊഴിൽ. പക്ഷേ ജീവനക്കാരും വലിയ അസംതൃപ്തിയിലാണ്. കാരണം അവരോട് പോലും, അവിടെ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരോട് പോലും ഇയാൾ മോശമായി പെരുമാറിയെന്ന പരാതിയടക്കം നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.